നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന് തൃപ്പയാറിൽ സമാപനമായി. സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തിയ ദേശീയ പണിമുടക്ക് തീരദേശത്ത് പൂർണ്ണം. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം തൃശൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. ബുധനാഴ്ച തൃപ്പയാറിൽ നടന്ന പൊതുസമ്മേളനത്തോടു കൂടിയാണ് ജില്ലാ സമ്മേളനത്തിന് സമാപനമായത്. വലപ്പാട് ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര തൃപ്പയാർ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഗ്രൗണ്ടിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കയ്പമംഗലം MLA ED ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഉള്ള നിരവധിയായിട്ടുള്ള പ്രശ്നം സംബന്ധിച്ച് നമുക്ക് ആ മേഖലയിലുള്ള പ്രശ്നം, KICB സംബന്ധിച്ചുള്ള പ്രശ്നം, അതിന്റെ താരിഫ് സംബന്ധിച്ചുള്ള പ്രശ്നം, വിവിധ സംഘടനകൾ അതിന്റെ അകത്തുള്ള ഇതിലൊക്കെ പലതരത്തിലുള്ള വിഷയങ്ങൾ ചിലപ്പോൾ കൂട്ടായും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും KICBയുടെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ പ്രസ്ഥാനം ഏറ്റവും ഗംഭീരമായ അർത്ഥത്തിൽ നമുക്ക് കേരളത്തിൽ ഒരു നിർമ്മാണ രംഗത്ത് ഊരാലുങ്കൽ എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ആരംഭിച്ചു. ഊരാലുങ്കൽ ചെറിയത്, വളരെ ചെറുത്. ഇപ്പം ഏകദേശം 5 ലക്ഷം പേരാണ് അതിലെ എഞ്ചിനീയർമാർ തുടങ്ങി ഏറ്റവും താഴെ തട്ടിലുള്ള ജോലിക്കാർ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ ഒരു വിങ്. എനിക്ക് തോന്നുന്നു ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ഒരു സ്ഥാപനമായിട്ട് അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സംഘടനയ്ക്ക് കഴിയട്ടെ. എൻ്റെ ഭാരവാഹികൾ ജില്ലാ സമ്മേളനം ഇന്നും ഇന്നലെയുമായി കഴിഞ്ഞിട്ട് സംസ്ഥാന സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനത്തിലെല്ലാം അതിന് ശക്തി പകരാൻ കഴിയുന്ന കാര്യത്തിലുള്ള നല്ല കൂട്ടായിട്ടുള്ള ആലോചന ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ഈ മേഖലയെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ സർക്കാർ ചെയ്തോട് പറഞ്ഞു കാണും, ഞാൻ കുറിച്ച് പറയുന്നില്ല. എൻ്റെ ചില അനുഭവങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുമായി വെച്ച് മാറിയ ചില അനുഭവങ്ങൾ പറയാം. എൻ്റെ കുറച്ചൊക്കെ ഞാൻ MLA ആവുന്ന മുമ്പ് തന്നെ അത്യാവശ്യം MLA അല്ലെങ്കിലും ജനങ്ങൾ എന്നോട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ്. എന്തു പറഞ്ഞാലും അധികാര പദവി നോക്കാതെ ഒരു പ്രസ്ഥാനത്തിൻ്റെ കഴിവ് പ്രയോഗിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് തരുന്നത്. ആ കാലഘട്ടത്തിലാണ് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്, ഈ കേബിൾ TVയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഇലക്ട്രിസിറ്റി ചില വിഭാഗങ്ങൾ തന്നെ ഞങ്ങളെത്തി എടുക്കുന്നുണ്ട്, അതിനൊരു പരിഹാരം കാണാമെന്ന് പറയാനുണ്ടായി. അപ്പം എന്താ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഇത് വലിക്കണമെങ്കിൽ അതിൻ്റെ കണക്ഷൻ എടുക്കുന്ന വയറൊക്കെ ചെന്ന് വരുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്കൊന്ന് തട്ടിപ്പോവും എവിടെ ഈ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമേ. അപ്പോൾ ആ ഒരു വൈരാഗ്യ ബുദ്ധിമുട്ട് അത് വലിച്ച് തൂറകളയുന്ന അനുഭവം നിരന്തരമായി പ്രാദേശിക മേഖലയിലുള്ള കേബിൾ TV ദുഃഖിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് എൻ്റെ മനസ്സിലുള്ളത് കേട്ടോ.
നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്ത് പറമ്പിൽ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, KCCL MD PP സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി CG ജോസ്, P ആന്റണി, സ്വാഗത സംഘം ജനറൽ കൺവീനർ K ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സമ്മേളനം മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം തിരൂരിൽ നടക്കും. കേരളത്തിലെ 5000-ഓളം വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാർ വ്യത്യസ്ത പ്രദേശങ്ങളിൽ സ്വയം തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരെ ഏകോപിപ്പിച്ചുകൊണ്ട് COA എന്ന് പറയുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയും ലോകത്തിന് മാതൃകയായി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ പോലെ തന്നെ ഇന്ത്യക്കും ലോകത്തിന് മാതൃകയായിക്കൊണ്ട് തന്നെ ഈ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ ഒരു കോർപ്പറേറ്റ് കമ്പനി രൂപീകരിച്ചുകൊണ്ട് KCCL എന്ന് പറയുന്ന കേരള വിഷൻ എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ഈ കമ്പനി ഇന്നിവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ നമ്പർ 1 കമ്പനിയായി മാറിയിരിക്കുകയാണ്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമായ 130 വയോജനങ്ങൾക്ക് 5 ലക്ഷം രൂപ ചെലവ് ചെയ്ത് കട്ടിൽ വിതരണം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PI ഷൗക്കത്ത് അലി അധ്യക്ഷനായി. സൂപ്പർവൈസർ സിന്ധു പദ്ധതി വിശദീകരണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോളി ബാബു, വാർഡ് മെമ്പർമാരായ ബാബു വല്ലത്ത്, PA ഷിഹാബ്, സ്മിത്ത് EVS, ഗോപിക, സുമിത മണികണ്ഠൻ, ഷെമീർ നാലകത്ത്, റഷീദ സൈനുദ്ദീൻ, അംഗനവാടി ടീച്ചർമാരായ ഉഷ KP, കവിത, ജയശ്രീ, റിനി, സതി, ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ തുടങ്ങിയവർ സംസാരിച്ചു. ഭരണസമിതിയൊക്കെ ഇവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. കട്ടിലൊക്കെ സമയത്തിന് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഗുണനിലവാരമില്ലാത്തതായതിൻ്റെ പേരിൽ അത് തിരിച്ചയച്ച് നല്ല ഗുണനിലവാരമുള്ളതിന് വേണ്ടി വീണ്ടും അപ്ലൈ ചെയ്ത് രണ്ടാമത് വർത്തിച്ചതാണ്. അതുകൊണ്ടാണ് കാലതാമസം നേരിട്ടത്. ഗവൺമെൻറ് ഏജൻസിയിൽ നിന്ന് വർത്തിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ഞാനായാലും ഇപ്പോൾ ഒരു കാര്യം അപേക്ഷിച്ച് പാസ്സായെന്ന് പറഞ്ഞു പിന്നെ കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ പല പല സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 12 ദേശീയ പണിമുടക്ക് ദിവസം വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ തൃപ്പയാറിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. നാട്ടികയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തൃപ്പയാർ സെന്ററിൽ സമാപിച്ചു. പൊതുയോഗം V ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. CK ശിവരാജൻ അധ്യക്ഷനായി. KB ഹംസ, രജനി ബാബു, KS അജയൻ, PC രാജൻ, CS മണി, ജിഹാസ്, ചിഞ്ചു സുധീർ, ജിജേജ്, PV രാധാകൃഷ്ണൻ, AM ദിൽഷാദ്, KV സജീവ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പറഞ്ഞത് രാജ്യത്ത് നിലവിലുള്ള തൊഴിലാളികൾക്ക് അനുകൂലമായ ഈ നിയമങ്ങൾ കാരണം ബിസിനസ്സുകൾ നടത്താൻ കഴിയില്ല. അതുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായി ഇതെല്ലാം അതിൽ ലഘൂകരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ 2019 കൊറോണ കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് കോഡ് ഓൺ വേജസും പിന്നീട് ഈ അടുത്ത കാലത്ത് മറ്റ് 3 കോഡുകളും പാസ്സാക്കിയെടുത്തത്. ദീർഘകാലമായി അനുഭവിച്ചു വന്നിരുന്ന മിനിമം കൂലി, പ്രസവ ആനുകൂല്യങ്ങൾ, പ്രൊവിഡൻറ്റ് ഫണ്ട് അതുപോലുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം ഇതിൻ്റെ കീഴിൽ ചേർത്തിരിക്കുകയാണ്. ആ ലേബർ കോഡുകൾ റദ്ദാക്കണമെന്നാണ് ഈ പണിമുടക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഒരു പണിമുടക്കിന് നോട്ടീസ് കൊടുക്കുമ്പോൾ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ പണിമുടക്ക് നടന്നാൽ ഒരു ദിവസം പണിമുടക്കിയാൽ 8 ദിവസത്തെ ശമ്പളം പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കരിനിയമങ്ങളടക്കം ഇതിനകത്തുന്നുണ്ട്. 300 തൊഴിലാളികൾ വരെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഈ നിയമങ്ങൾ ഒന്നും തന്നെ ബാധകമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദേശീയ പണിമുടക്ക് ദിവസം തൃപ്പയാറിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. തുറന്ന് പ്രവർത്തിച്ചിരുന്ന തൃപ്പയാറിലെ പെട്രോൾ പമ്പ് സമരക്കാർ അടപ്പിച്ചു. വലപ്പാട് അരയമ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് ഉച്ചാറൽ പൂരത്തോടെ സമാപനമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷൽ പൂജകൾ, തുടർന്ന് ഉച്ചാറൽ പൂര കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അടിപ്പറമ്പിൽ നാഗയക്ഷിക്കാവിൽ നിന്നും പൂരം പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. തുടർന്ന് എഴുന്നള്ളിപ്പ് നടന്നു. കൊടുങ്ങല്ലൂർ അച്യുതൻകുട്ടി തിടമ്പേറ്റി. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തീരദേശത്ത് പൂർണ്ണം. മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ദേശീയപാതയിലൂടെ ഇരുചക്ര വാഹനങ്ങളും ഏതാനും സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റൊരു വാഹനങ്ങൾ ഓടിയില്ല. KSRTC സ്വകാര്യ ബസ് സർവീസുകളും നിലച്ചു. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ചന്ദ്രാപിനിയിൽ നടന്ന പ്രകടനത്തിന് TK ചന്ദ്രബാബു, ഷീന വിശ്വൻ, MK ഫൽഗുണൻ, CB അബ്ദുൾ സമദ്, PK ഷാജു, KG സുഖ്ദേവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചന്ദ്രാപിന്നി വേദോട്ടിൽ ശ്രീ ഭദ്രാദേവി ഘണ്ടാകർണ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ബുധനാഴ്ച രാവിലെ ശീവേലി, വൈകിട്ട് പകൽപൂരം, തുടർന്ന് ദീപാരാധന, വർണ്ണമഴ, വീരനാട്യം, തായമ്പക എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ഹരിഹരസുധൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ട നാട്ടിക ചേർക്കര തണ്ടയാൻ വീട്ടിൽ ബിനു സ്വയനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തൃപ്പയാറിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ബിനു സ്വയൻ വലപ്പാട്, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ K, സബ് ഇൻസ്പെക്ടർ ഹരി, സിവിൽ പോലീസ് ഓഫീസർ സുബി സെബാസ്റ്റ്യൻ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. ഇടശ്ശേരി മേപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി ഗുരുമുത്തപ്പൻ വിഷ്ണുമായ ക്ഷേത്രത്തിലെ 28 ഉച്ചാറൽ തോറ്റമ്പാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായി. ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, നാഗങ്ങൾക്ക് പാലും നൂറും കൊടുക്കൽ എന്നിവ നടത്തി. വൈകിട്ട് ചുറ്റുവിളക്ക്, തുടർന്ന് നാഗക്കളം എന്നിവ ഉണ്ടായിരുന്നു. ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമം, അഭിഷേകം, മുത്തപ്പനും വീരഭദ്രസ്വാമിക്കും കളം, ഉച്ചയ്ക്ക് വിഷ്ണുമായ കരിങ്കുട്ടിക്ക് കളം, നൃത്തം എന്നിവയുണ്ടായി. വൈകിട്ട് ദീപാരാധന, ദേവിക്ക് കളം, കളത്തിലേക്ക് ദേവിയെ എഴുന്നള്ളിക്കൽ, തുടർന്ന് ഗുരുതി, പാടി കുടിയിരുത്തൽ എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ഫെബ്രുവരി 18 ബുധനാഴ്ച നട തുറക്കൽ, വിശേഷാൽ പൂജ, കലം മയക്കൽ, കലശം എന്നിവ ഉണ്ടായിരിക്കും.
വട്ടുകുളങ്ങര ചെത്തിക്കാട്ടുകാവിൽ അന്നപൂർണേശ്വരി ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി. ബുധനാഴ്ച രാവിലെ കലശപൂജ, കലശാഭിഷേകം, ത്രിമധുര പൂജ, ശീവേലി, ഉച്ചപൂജ എന്നിവ നടത്തി. വൈകിട്ട് 3 മണിക്ക് മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഗജവീരൻ, താലം, മേളം, കാവടി എന്നിവയുടെ അകമ്പടിയോടുകൂടിയ പൂരം എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ, തുടർന്ന് രാത്രി പൂരം എഴുന്നള്ളിപ്പും നടന്നു. മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടുകൂടി ലോട്ടറി തൊഴിലാളികൾക്ക് തണൽ കുടകൾ കൈമാറി. മണലൂർ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ ടോണി അത്താണിക്കൽ ഉദ്ഘാടനം ചെയ്തു. PA അഷ്കർ, മെവിൻ ജോയ് എന്നിവർ പങ്കെടുത്തു. മാങ്ങാട്ടുകര കാഞ്ഞാണി ശ്രീ രുദ്രമാല അന്നപൂർണേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന തോറ്റമ്പാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് കലാസന്ധ്യ സംഘടിപ്പിച്ചു. സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കലാസന്ധ്യ ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് യു രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. സുരേഷ് മാപ്രാണം അധ്യക്ഷത വഹിച്ചു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ K. ദിനേശ് രാജ, കവയിത്രി നോമി കൃഷ്ണ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ചടങ്ങിൽ പ്രഥമ ഇണ്ണിയാലൻ സ്മാരക പുരസ്കാരം കാർത്തികേയൻ കിഴുത്താണിക്ക് രഘുരാമ പണിക്കർ സമ്മാനിച്ചു. വിപിൻ മാങ്ങാട്ടുകര, മനോജ് കുന്നത്തങ്ങാടി, ഷജി മാങ്ങാട്ടുകര, സുഭാഷ് മാപ്രാണം, ഡെന്നി മാങ്ങാട്ടുകര എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നമ്മളുടെ ജീവിതത്തിൽ പതിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അതുമായി ചേർന്ന് ജീവിച്ചു വരുന്ന വ്യക്തിത്വങ്ങൾ കൂടിയാണ് നമ്മളൊക്കെ. ഒരു കുടുംബക്ഷേത്രം എന്ന് പറയുമ്പോൾ മറ്റുള്ള ഒരുപാട് മഹാക്ഷേത്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മളുടെ മനസ്സിൽ ഏറ്റവും ആദ്യം ഈശ്വരനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ആപത്തോ വിഷമമോ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് ഈ കുലദൈവത്തിനെ ആയിരിക്കും. അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഉറപ്പാണത്. നമ്മളുടെ മനസ്സിൻ്റെ ഒരു വലിയൊരു താങ്ങും തണലും കൂടിയാണ്. പലപ്പോഴും നമ്മളറിയാതെ വിളിച്ചു പോകുന്നത് അങ്ങനെയാണ്. ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും നമ്മൾ വെച്ച് ആരാധിച്ചു കൊണ്ടിരുന്നാൽ അതിൻ്റെതായിട്ടുള്ള ഗുണം ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു. നമുക്ക് സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 1 മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ?
അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ മണലൂരിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CITU ജില്ലാ കമ്മിറ്റി മെമ്പർ CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ VK വേലായുധൻകുട്ടി അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ കമ്മിറ്റി മെമ്പർ VG രാധാകൃഷ്ണൻ, KV ഡേവിസ്, KV ഷീബ, CG മോഹൻദാസ്, MK സദാനന്ദൻ, CF ആൻഡ്രൂസ്, PK കൃഷ്ണൻ, VR മനോജ്, MR മോഹനൻ, സാജൻ മുടുവങ്ങാട്ടിൽ, KK ഹരിദാസ്, PK ചന്ദ്രൻ, ഹാപ്പി എന്നിവർ സംസാരിച്ചു. കണ്ടശാങ്കടവ്, മാമ്പുള്ളി, പൊറ്റേക്കാട്ട്, നെട്ടിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ബുധനാഴ്ച രാവിലെ ഗണപതി ഹവനം, അന്നപൂർണേശ്വരി പൂജ, ഉച്ചപൂജ, കാഴ്ച ശീവേലി എന്നിവ നടത്തി. വൈകിട്ട് 3 മണിക്ക് ഗജവീരന്റെ അകമ്പടിയിൽ പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയോടുകൂടിയ എഴുന്നള്ളിപ്പും ഉണ്ടായി. ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ, കേളിക്കൊട്ട്, ദേവിക്ക് രൂപവും പാട്ടും, ഐവർ കളി, തുടർന്ന് എഴുന്നള്ളിപ്പ്, ഗുരുതി, കനലാട്ടം എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കരുമാത്ര വിജയൻ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു.
മണലൂർ സെയിന്റ് ഇഗ്നേഷ്യസ് UP സ്കൂളിലെ 134ാമത് വാർഷികവും അധ്യാപക രക്ഷകർത്താ ദിനവും നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോൺ അയ്യങ്കാനയിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാനാധ്യാപിക ആനി ഫ്രാൻസിസ്, തൃശൂർ വെസ്റ്റ് AEO PJ ബിജു, മണലൂർ സാന്റ് ജോസ് ആശ്രമം സുപ്പീരിയർ തോംസൺ കൊമ്പൻ, മുൻ പ്രധാന അധ്യാപകരായ AP ജോസ് മാസ്റ്റർ, VD ആനി, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സുഖില മോഹൻ, PTA പ്രസിഡന്റ് ഉണ്ണിമായ ഹരീഷ്, MPTA പ്രസിഡന്റ് രശ്മി നിതിൻ, സ്റ്റാഫ് സെക്രട്ടറി PJ സിന, NM സിയ, KI ജോജു, ആൽവി അലക്സ്, റിനി റെജി, MM അരുഷി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്ന മറ്റ് പാഠ്യേതര വിഷയങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. തുടർന്നും അതുപോലെ തന്നെ ഭരണസമിതി ഇതോടൊപ്പമുണ്ടാകും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങൾ പറയുന്നത്. ഇവിടെ റിപ്പോർട്ട് വെച്ചതിന് നമുക്ക് മനോഹരമായിട്ട് റിപ്പോർട്ട് ഇവിടുത്തെ അവതരിപ്പിക്കുകയുണ്ടായി. ഒരുപാട് വിദ്യാഭ്യാസത്തിൽ ഒക്കെ നമ്മുടെ മക്കളെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിയതായിട്ടാണ് ആ റിപ്പോർട്ട് വായിച്ചതായിട്ട് അറിയാനായിട്ട് കഴിയുന്നത്. പാഠ്യേതര വിഷയങ്ങളിലൊക്കെ തന്നെ അവർ വാർത്തെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ അധ്യാപകർ എത്രമാത്രം അതിനുവേണ്ടി പണിയെടുക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നു. രക്ഷിതാക്കൾ സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വിടുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മളുടെ ജോലിക്കും മറ്റൊക്കെ പോകുന്നത്. എൻ്റെ മക്കൾ അവിടെ സുരക്ഷിതരാണ് സ്കൂളുകളിൽ നിന്ന് എത്തിയിട്ടാണ്. അന്തിക്കാട് KGM LP സ്കൂളിലെ 125ാം വാർഷികാഘോഷവും പ്രീ പ്രൈമറി ദിനവും യാത്രയപ്പ് സമ്മേളനവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. ആ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു മികവ് തന്നെ നമ്മുടെ മുന്നിലേക്ക് വെച്ചു. തികച്ചും അക്ഷരമുത്തശ്ശി എന്ന ഒരു പദം അത് ഏറ്റവും അലങ്കാരമായിരിക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ KGM സ്കൂൾ. KGM സ്കൂളിന് എനിക്ക് കുറച്ചധിക വർഷത്തെ പ്രവർത്തനവും അറിവും ഈ സ്കൂളുമായി എനിക്ക് ബന്ധമുണ്ട്. 2005-2010 വർഷത്തിൽ ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ തന്നെ ഈ സ്കൂളുമായി അടുത്തറിയുന്നതിനും ഇവിടെ മാഷും ടീച്ചേഴ്സുമായി അടുത്ത് ബന്ധം പുലർത്തുന്നതിനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ മുഖ്യാതിഥിയായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് അജീഷ അൻവർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ലിയോ P ജോർജ്, പ്രധാനാധ്യാപകൻ ശ്രീ ജോഷി D കൊള്ളന്നൂർ, MPTA പ്രസിഡന്റ് സൗമ്യ TM എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. പെരുങ്ങോട്ടുകര ശ്രീ കല്ലട ഭഗവതി ക്ഷേത്രത്തിൽ ഉച്ചാൽ മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ അഷ്ടദ്രവ്യ സമേതം മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, പ്രസാദഊട്ട് എന്നിവയുണ്ടായി. ക്ഷേത്രം തന്ത്രി പ്രകാശൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വൈകിട്ട് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. പൂനാരി ഉണ്ണികൃഷ്ണൻ മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് NV രാജേന്ദ്രൻ, സെക്രട്ടറി NS സുഗതൻ, ട്രഷറർ NI രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം വഹിച്ചു.
ചിറക്കൽ പാലത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പത്തനംതിട്ടയിൽ തിരുവല്ലയിലെ കോമളം പാലം, തൃശ്ശൂർ ജില്ലയിലെ ചിറക്കൽ പാലം, എറണാകുളത്തെ പോണേക്കാവ്, തൈക്കാരച്ചിറ പാലങ്ങൾ, കണ്ണൂരിലെ കോഴിച്ചാൽ മീൻതുള്ളി പാലം, ഇവയെല്ലാം നാടിന് സമർപ്പിക്കപ്പെടുകയാണ്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷനായി. CC മുകുന്ദൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ചേർപ്പ തൃപ്പയാർ റോഡിലുള്ള ചിറക്കൽ പാലത്തിനും അനുബന്ധ പ്രവൃത്തികൾക്കുമായി 5.3 കോടി രൂപയാണ് ചിലവഴിച്ചത്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുബ്രഹ്മണ്യൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS സുനില, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS ഗിരീഷ്, പൊതുമരാമത്ത് വകുപ്പ് പാലം ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NG ബിനു, അസിസ്റ്റന്റ് എഞ്ചിനീയർ VN ദീപ, മറ്റുദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തൃപ്പയാർ ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടന്നു. തൃപ്പയാർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ ഐവിഷൻ ലയൺസ് ജില്ലാ കോർഡിനേറ്റർ ബിജു പുറത്തൂർ ഉദ്ഘാടനം ചെയ്തു. സേവന പ്രവർത്തനങ്ങൾക്ക് തൃപ്പയാർ ക്ലബ്ബ് സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, പ്രതാപൻ കളത്തിൽ, സുരേഷ് NM, വ്യാസബാബു VS, സാനി ജോസഫ്, രഘു പുളിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഇതോടൊപ്പം സൗജന്യ ബ്ലഡ് ഷുഗർ പരിശോധനയും നടന്നു. വ്യത്യസ്തങ്ങളായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളിലൂടെ തനതായ വ്യക്തി വിദ്യാർത്ഥി തൃപ്പയാർ ലയൺസ് ക്ലബ്ബ് ഈ തീരദേശ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഐക്യാമ്പ് 31ാമത്തെ വർഷമാണ്. 368ാമത്തെ ഐക്യാമ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐക്യാമ്പ് മാത്രമല്ല, രക്തനിർണ്ണയ ക്യാമ്പുണ്ട്, അതേപോലെ പ്രഷർ ചെക്കിംഗ് ക്യാമ്പുണ്ട്. വിവിധങ്ങളായുള്ള സേവന പ്രവർത്തനങ്ങളിലൂടെയാണ് ഞങ്ങളുടെ ഈ ലയൺസ് ക്ലബ്ബ് ഇവിടെ എല്ലാ മാസങ്ങളിലും എല്ലാ ആഴ്ചകളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളിലൂടെ